ജാസ്മിൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ കാര്യമാണ് കേട്ടോ. ജാസ്മിൻ്റെ ഉമ്മയുടെ കാര്യം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, ഉപ്പയുടെ കാര്യം അത്തയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. ജാസ്മിൻ്റെ അത്ത ജിൻഡോ ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്തു. പക്ഷെ എന്നാലും എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിണ്ടുന്നുണ്ടാകാം, നമ്മൾ കാണുന്നില്ല എന്നിട്ടാണ്. പക്ഷെ അത് വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് വന്നു. ജാസ്മിൻ്റെ അത്ത ജിൻഡോയെ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല, ജിൻഡോനെ ഒരു മൈൻഡ് പോലും പുള്ളി ചെയ്യുന്നില്ല. അപ്പം തന്നെ ഞാൻ അവരെ ഒരു അച്ഛനമ്മ എന്നുള്ള നിലയിൽ അവർ ചെയ്ത പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അതായത് അവരിപ്പോൾ ഗബ്രിയുടെ ഫോട്ടോ കീറിക്കളയുകയോ മാല തിരിച്ചു വാങ്ങിക്കുകയൊക്കെ ചെയ്തത് അത് അവരെ അച്ഛനും അമ്മയാണ്. ജാസ്മിൻ്റെ കാര്യങ്ങളിൽ അവർക്ക് ഗബ്രിയേക്കാളേറെ റെസ്പോൺസിബിൾ ആണ് അവർ. അപ്പോൾ അവർക്കത് അധികാരമുണ്ട് അല്ലേ. അത് ജാസ്മിൻ അതിന് എതിരൊന്നും പറയുന്നില്ല, സങ്കടപ്പെടുന്നേ ഉള്ളൂ. പക്ഷെ അത് വേണ്ട, അങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് വെച്ചിട്ടാണ് അത് കൊണ്ടുപോയി വെക്കുന്നത്. പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തെങ്കിലും ജാസ്മിൻ്റെ അത്തയോട് എനിക്ക് പറയാനുള്ളത് വെറും ബോറായിപ്പോയി, പരമ ബോറായിപ്പോയി കേട്ടോ. ജിൻഡോയെ മൈൻഡ് ചെയ്യാതിരുന്നു. കാരണം എത്രയൊക്കെ വഴക്കുകൾ അവിടെ പലരും തമ്മിലുണ്ടായിട്ടുണ്ട്. എത്രയൊക്കെ കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടുത്തം. ജിൻഡോ മാത്രമാണ് അവിടെ വഴക്കിട്ടിട്ടുണ്ട്, ജാസ്മിനും ഓരോരുത്തരും തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ഓരോ ഋഷിയും അപ്സരയും അല്ലെങ്കിൽ നോറയും ജിൻഡോ അല്ലെങ്കിൽ എല്ലാവരും എന്തോരം പേര് തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട്. അൻസിബയും ജാസ്മിനും അത്യാവശ്യം നല്ലൊരു എനിമീസിനെ പോലെയായിരുന്നു ഇത്ര നാൾ നിന്നേച്ച്. എന്നാൽ അൻസിബയുടെ ഉമ്മ വന്നപ്പോൾ എന്താ ചെയ്തത്? ജാസ്മിൻ എൻ്റെ മോളാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു അല്ലേ. പക്ഷേ നമുക്കൊരു വിനയം, നമുക്കൊരു പെരുമാറ്റം, നമ്മുടെ ബിഹേവിയർ അത് കറക്റ്റായിരിക്കണം. നമ്മുടെ ബിഹേവിയർ നമുക്ക് വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടാവും. അപ്പോൾ ജിൻഡോടായാലും ജിൻഡോ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, ഹീസ് ഓൾസോ എ കണ്ടസ്റ്റൻ്റ് ഇൻ ദ ബിഗ് ബോസ്. അപ്പം ജിൻഡോയെ മറ്റുള്ളവരോട് മിണ്ടുമ്പോൾ ജിൻഡോട് മിണ്ടാതെ നടന്ന ജിൻഡോയ്ക്ക് ഒന്നും പോകാനില്ല, ഒന്നും തേഞ്ഞു പോകാനില്ല കേട്ടോ. നിങ്ങളുടെ കൾച്ചറാണ് നിങ്ങളവിടെ കാണിച്ചത്. ബാക്കി എന്തെല്ലാം വഴക്കുകൾ ഓരോരുത്തർ തമ്മിൽ, ഒരുപാട് പേര് തമ്മിൽ, ഒരുപാട് കണ്ടസ്റ്റൻസ് തമ്മിൽ പലതവണ വഴക്കുകളിട്ട് ഇവരുടെയൊക്കെ പാരൻസ് വരുമ്പോൾ അവരെല്ലാവരും പരസ്പരം എല്ലാ കണ്ടസ്റ്റൻസിനോടും ഒരേപോലെ മിണ്ടുകയും ഇണങ്ങി പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊന്ന് കണ്ടുപഠിക്കും ജാസ്മിൻ്റെ അത്ത. ഈ മുഖം വീർപ്പിച്ച് ജിൻഡോയുടെ നേരെ കാണിക്കണം എന്തിനാ? ജിൻഡോ ജാസ്മിനെ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. നേരെ എന്തെങ്കിലും പറയുന്നല്ലാണ്ട് ജിൻഡോ ഏത് നേരം ജാസ്മിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് നടക്കുമല്ല. എന്നാൽ ജാസ്മിനെ എതിർത്ത് നിൽക്കുന്ന എന്തോരം പേര് അതിലുണ്ട്. ജാസ്മിനെ വ്യക്തിപരമായിട്ട് അവിടുത്തെ ജാസ്മിനെ ഇഷ്ടമല്ലാത്തവരുണ്ട്, അതൊന്നും അവർ കാണുന്നില്ലേ? ജിൻഡോനെ ഒരു പട്ടിയുടെ മൈൻഡ് പോലും ജാസ്മിൻ്റെ അച്ഛനും അമ്മയും വെച്ചിട്ടില്ല. അച്ഛൻ വെക്കുന്നത് ഞാൻ കണ്ട്, മൈൻഡ് വെക്കാത്ത. അമ്മയുടെ കാര്യം എനിക്ക് അത്ര അറിയില്ല, എന്നാലും അവർ ജിൻഡോയെ ഒരു പട്ടിയുടെ മൈൻഡ് പോലും അവർ കൊടുത്തില്ല, ഒരു വില കൊടുത്തില്ല. ജിൻഡോ പലതവണ മിണ്ടാൻ ചെന്നിട്ട് ജിൻഡോയെ നോക്കിയില്ല, ശ്രദ്ധിച്ചു പോലുമില്ല അല്ലേ. അപ്പോൾ നിങ്ങളുടെ കൾച്ചർ നിങ്ങൾ കാണിച്ചു, നിങ്ങളുടെ ബിഹേവിയർ. നമുക്കൊരു സംസ്കാരം ഉണ്ടല്ലോ, നിങ്ങൾക്ക് സംസ്കാരം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പെരുമാറരുത്. ജിൻഡോയുടെ അപ്പനും അമ്മയും എത്ര ഏജ് കൂടിയവരാന്ന് ഓർക്കുക. അവരെല്ലാവരോടും മിണ്ടും വർത്താനം പറയുകയൊക്കെ ചെയ്തില്ലേ ഇല്ലേ? അവർക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാവരോടും സഹകരിച്ച് സംസാരിച്ചിട്ടല്ലേ പോയത്. അത് ജിൻഡോയ്ക്ക് നെഗറ്റീവൊന്നും ഇല്ലായിരിക്കാം, നിങ്ങൾ മാനസിക സമ്മർദ്ദത്തിൽ വന്നതായിരിക്കാം. പക്ഷേ ജാസ്മിൻ്റെ പേരിൽ നിങ്ങൾക്ക് നെഗറ്റീവോ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ പെരുമാറിയത് ഇറ്റ്സ് റിയലി ബാഡ്. ഒന്നും പറയാനില്ല. ജിൻഡോയോട് നിങ്ങൾ സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മര്യാദയ്ക്ക് പരിഗണിച്ചില്ല, മറ്റുള്ള കണ്ടസ്റ്റൻ്റിനെയൊക്കെ പരിഗണിച്ചതിൻ്റെ കൂടെ പരിഗണിച്ചില്ല എങ്കിൽ വെറും തെണ്ടിത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ. പുറത്തോട്ട് മോളും കൂടി ഇറങ്ങുമ്പോൾ അച്ഛനും അമ്മയും മക്കളും ഞെട്ടിത്തെരിച്ച് മോൾ ഇറങ്ങട്ടെ. ജിൻഡോക്ക് കപ്പടിക്കില്ല. ജിൻഡോ ഇറങ്ങുമ്പോൾ എന്താ പറയുക, മോളോട് എനിക്ക് പേഴ്സണൽ വ്യക്തിവൈരാഗ്യമൊന്നുമല്ല. എന്തിനാ ജിൻഡോനെ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നേ? അപ്പോൾ മോള് എന്ത് ചെയ്യണം? മോളിങ്ങനെ ചുമ്മാ ഏത് നേരം ജിൻഡോക്ക് കിട്ടരുത്, ജിൻഡോ ആകതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ ഇറങ്ങിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് പല്ലുവേനയാണ് ഗൈസ്, നല്ല പല്ലുവേനയാണ്. അപ്പോൾ ജിൻഡോ വെളിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ഇവരെല്ലാവരും ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ജാസ്മിനും കുടുംബത്തിനും ഒരേപോലെ ഞെട്ടാം. എല്ലാ അവസ്ഥ കണ്ടിട്ടേ ഞെട്ടാന്ന് ഞാൻ പറയുന്നത്. മോള് ഞെട്ടിത്തെറിച്ച് അവിടെ ഇരിക്കുകയുള്ളൂ. കാരണം
എത്രത്തോളം നിങ്ങൾ ഒറ്റപ്പെടുത്താനും നെഗറ്റീവ് ആണോ നോക്കണോ അത്രത്തോളം ജിൻഡു പൊങ്ങി വരികയുള്ളൂ. അപ്പോൾ ജാസ്മിൻ്റെ അച്ഛനോട് നിങ്ങൾ കാണിച്ചത് വളരെ മോശമായിപ്പോയി. നിങ്ങളവിടെ വന്നിട്ട് നിങ്ങൾക്ക് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ഒരു വാക്ക് ജസ്റ്റ് എന്നേ ഒന്നും മിണ്ട, ഒരു മര്യാദ അത് വേണം. നിങ്ങൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ എത്ര വിഷമം ഉണ്ടായിക്കാണ്. ശരിയായിരിക്കാം ജിൻഡോയ്ക്ക് ജാസ്മിനോട് ജാസ്മിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ച പല വൈരാഗ്യങ്ങളായിരിക്കാം. പക്ഷേ ജാസ്മിൻ അതിൻ്റെ 10 ഇരട്ടി തിരിച്ച് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല, ജിൻഡോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ജിൻഡോയ്ക്ക് കിട്ടുന്ന അറ്റാക്ക് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കൂട്ടത്തോടെയുള്ള തേനീച്ച കൂട്ടത്തിൻ്റെ ആക്രമം പോലെയാണ് ജിൻഡോ എതിരിടേണ്ടി വരാറുള്ളത്. അപ്പോൾ നമുക്ക് ആരുടെ ഭാഗത്ത് നിൽക്കാൻ തോന്നുന്നു? കാരണം തെറ്റ് ചെയ്തവൻ്റെ ഭാഗത്ത് നമ്മൾ നിൽക്കരുതെന്നാണ്. എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? ചില വാക്കുകൾ അല്ലേ. അപ്പം ജാസ്മിനൊക്കെ എന്തൊക്കെ ഷൗട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ മറ്റുള്ളവരാരെങ്കിലും ചെയ്താൽ ജാസ്മിനൊക്കെ ഇത്ര എതിർക്കും. അപ്പം ജാസ്മിൻ പറയാനുള്ള ജാസ്മിനും പറഞ്ഞിട്ടുണ്ട്, എല്ലാ പാരൻസും ചെല്ലുമ്പോൾ എല്ലാ കണ്ടസ്റ്റൻറ്റിനോടും മര്യാദപൂർവ്വം മിണ്ടേണ്ടത് നമ്മുടെ സംസ്കാരം നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. അത് വെറും പട്ടിഷോ എന്ന് പറയാം. അതായത് ഗബ്രിയുടെ മാലയും ഫോട്ടോ ഒന്നും എടുത്തതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ജിൻഡോയുടെ നേരെ ജാട കാണിച്ച് മൈൻഡ് ചെയ്യാതെ നടന്നാൽ ജിൻഡോയ്ക്ക് ഒരു രോമം പോലും പോകില്ല. അപ്പം അത് മനസ്സിലാക്കുക. ഇപ്പം ചോദിക്കും, നിൻ്റെ വീട്ടിൽ അരി വെക്കുന്ന ജിൻഡോ കാരണമാണോ, ജാസ്മിൻ കാരണമാണോ, ജാസ്മിൻ്റെ വീട്ടുകാർ കാരണമാണോ, അല്ലെങ്കിൽ നീ ജാസ്മിനെ വിറ്റ് കഴിക്കാതിരിക്കുവാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. എന്ത് ചോദിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ വീട്ടിൽ നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ യൂട്യൂബ് ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളത് നമുക്ക് വീഡിയോ ചെയ്യാനാണ്. അപ്പം നമുക്ക് ബിഗ് ബോസിൻ്റെ ചർച്ചകൾ ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നു. ബിഗ് ബോസ് വ്യൂവർ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. എനിക്കിഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജാസ്മിൻ്റെ പപ്പയും ഉമ്മയപ്പയൊക്കെ ആ ഒരു പെരുമാറിയത് വളരെ മോശമായിപ്പോയി. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.